നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വണ്ടി ഓടിക്കുന്നതിനിടയിൽ സ്വപ്നം കണ്ടാ പിന്നെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ സ്വപ്നത്തിലേ കാണാൻ പറ്റും. മോനെ, എന്ത് സ്വപ്നമായിരുന്നു നീ കണ്ടത്? അത് അമ്മേ, വയ്ക്കുന്ന വീടിന് കുടുംബാംഗങ്ങൾക്കെല്ലാം പൂർണ്ണ അവകാശമുണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അപ്പോ പണമുള്ള അവകാശികൾ ആരെങ്കിലും ഭാവിയിൽ നിലകൾ വെച്ചോളും. വന്ദന എന്റെ ഭാര്യയാവാൻ പോവല്ലേ? അപ്പോ നമുക്ക് വല്ലപ്പോഴും ഒന്ന് വന്ന് താമസിക്കാൻ ഒരു നിലയ്ക്ക് വേണ്ടിയുള്ള പണം ഞാൻ മുടക്കും. ജഗൻ എന്ത് ആലോചിക്കുന്നത്? അല്ല, ഈ മുകളിലേക്ക് കെട്ടിപ്പൊക്കുന്ന നിലകളെ കുറിച്ച് ആലോചിച്ചതാ. കല്ലിടിയിൽ ചടങ്ങിനുള്ള ഒരു ശുഭമുഹൂർത്തം കുറിച്ചു തരണം. അങ്ങനെയാവാം. ആധാരം ഓക്കെയാണ്. എഗ്രിമെന്റ് വായിച്ചു നോക്കൂ. നോക്കി സാർ. വ്യവസ്ഥകളൊക്കെ സമ്മതമാണല്ലോ? സമ്മതമാണ്. ആ, ഇവിടെ ഇവിടെ ഒരു ഒപ്പിട്ടേക്ക്. ഈ മാസം 25-ാം തീയതി തിരുവാതിര നാളിൽ പകൽ 10-നും 11-നും ഇടയിലുള്ള സമയം കല്ലിടിയിൽ കർമ്മത്തിന് അത്യുത്തമം. ഓ, പണം എണ്ണി നോക്കൂ മനോജ്. വേണ്ട. ബാങ്കിൽ നിന്ന് സീൽ വെച്ച് കവർ ചെയ്തതല്ലേ. പിന്നെ ഖാദർ മുതലാളി എനിക്ക് വിശ്വാസമാ. പണം പെട്ടെന്ന് മടക്കി തരുമല്ലോ? കൃത്യമായിട്ട് തന്നിരിക്കും. അഥവാ മുതൽ തിരിച്ചു തരാൻ വൈകിയാലും ഓരോ മാസവും പലിശ കൃത്യമായിട്ട് തരണം. ഓക്കെ. പിന്നെ സ്വന്തം അച്ഛന്റെ പേരിലുള്ള സ്ഥലത്തിന്റെ ആധാരമാ മനോജ് ഇവിടെ പണയം വച്ചിരിക്കുന്നത്. എത്രയും വേഗം എടുക്കുന്നുവോ അത്രയും നല്ലത്. ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ? പ്രമാണം പണയം വെച്ച ഞാൻ തുക കൈപ്പറ്റിയിരിക്കുന്നത്. അക്കാര്യം പ്രകാശേട്ടനെ അറിയരുത്. പ്രകാശ് വിവരം അറിയില്ല. പ്രകാശ് എന്നല്ല, വേറെ ആരും അറിയില്ല. താങ്ക് യു. അവന്റെ അച്ഛന്റെ ഒറിജിനൽ ആധാരമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് വെച്ച് ഈ ഖാദർ ഒരു കളി കളിക്കും. അങ്ങനെ തറക്കല്ലിടിയിലിന്റെ മുഹൂർത്തം കുറിച്ച് കിട്ടി. ആ, ഇനി തിരുമേനി പറഞ്ഞ പോലെ ഒരു അടിസ്ഥാനം കെട്ടണം. അതിനും പണം വേണം. ആ, വന്ദനെ, ലോണിന്റെ കാര്യം അന്വേഷിക്കാൻ നമുക്ക് ബാങ്കിൽ പോണം. ആ, പോവാം. ആ, ഞങ്ങൾ ബാങ്കിലേക്കാ. ജഗൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പൊക്കോളൂ. നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം എനിക്ക്. അതാണ് ഇപ്പൊ എന്റെ ആവശ്യം. ജഗൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ബാങ്കിലേക്കല്ലേ പോകുന്നത്? എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാലോ? നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ കാറിലാണ് വന്നത്. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് ബാങ്കിലേക്ക് പോകാൻ പോലെ. ആ
ഞങ്ങൾക്ക് അതൊരു സഹായമാവും. ആ എങ്കിപ്പാ നമുക്ക് പോവാം. വരൂ. ചന്ദ്രു, ഏതൊരു കാര്യം തുടങ്ങാനാ പാട്. തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് നടന്നോളും. മാധവേട്ടൻ എന്തിനെ കുറിച്ച് ഈ പറയുന്നത്? അമ്മേ, അച്ഛൻ പറയണത് വീടുപണിയുടെ കാര്യം തന്നെ. എന്റെ അച്ഛ എപ്പോഴും ഇങ്ങനെ വീടുപണിയുടെ കാര്യം തന്നെ ഓർത്തിരുന്ന വട്ട് പിടിക്കും. മോളെ, അങ്ങനെ വട്ടുപിടിക്കണമായിരുന്നെങ്കിൽ എന്നെ പിടിച്ചേനെ. അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്നു മുതല് ഈ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. അച്ഛൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അമ്മയ്ക്ക് കൊടുത്ത വാക്കാത്. ആ വാക്ക് പാലിക്കണം. അച്ഛൻ പറഞ്ഞ നേരെ. ഒരു കാര്യം ആഗ്രഹിച്ചാ അത് ഏത് മാർഗത്തിലൂടെയും നേടിയെടുക്കണം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഹലോ, എന്തോ സ്വപ്നത്തിലാണെന്ന് തോന്നല്ലോ. അതെ, നല്ലൊരു സ്വപ്നം കണ്ടു. കൊള്ളാം. വണ്ടി ഓടിക്കുന്നതിനിടയിൽ സ്വപ്നം കണ്ടാ പിന്നെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ സ്വപ്നത്തിലേ കാണാൻ പറ്റും. മോനെ, എന്ത് സ്വപ്നമായിരുന്നു നീ കണ്ടത്? അത് അമ്മേ, ഒന്നുമില്ല. അല്ല, രാവിലെ ആരും ഒന്നും കഴിക്കാതല്ലേ അമ്പലത്തിലേക്ക് ഇറങ്ങിയത്? അച്ഛനൊന്നും കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. മെഡിസിൻ ഒക്കെ ഉള്ളതല്ലേ. നമുക്കെന്തായാലും കഴിച്ചിട്ട് പോവാം. അയ്യോ, ഞാനും അത് ഓർത്തില്ല. അടുത്ത എവിടെയെങ്കിലും കടയുണ്ടോ എന്ന് നോക്കാം. വലുതായിട്ട് ആഹാരം വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു കരിക്കടയിൽ നിർത്തിയാലും മതി. നോക്കട്ടെ അച്ഛാ. ആ, കരിക്ക് കുടിച്ചാ മോളുടെ ക്ഷീണം മുഴുവൻ മാറും. ആ, 4 കരിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.